ടാറ്റ കൊടുത്തേ. രാത്രി എല്ലാവർക്കും ഉറങ്ങാം. ടാറ്റ ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുത്തേ. ഉറങ്ങിക്കോളാൻ പറ. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. 2 മണി മണി 2 മണിയായി. ഉമ്മ കൊടുത്തേ. ഒരു ഫ്ലൈങ് കിസോ. അച്ഛൻ ഉമ്മ എടുക്കാനാണ് പറഞ്ഞ. ഫ്ലൈങ് കിസ് കൊടുക്ക്. ഫ്ലൈങ് കിസ് കൊടുത്തേ. അച്ഛനല്ല, ഇവിടെ ഇങ്ങോട്ടാ. ആ ഗുഡ് ബോയ്. നിനക്ക് തിന്നിട്ട് നീ അതൊക്കെ പഠിച്ചോ? ഒരാഴ്ച ഞാൻ പോയപ്പോഴത്തേക്ക് എല്ലാം പഠിപ്പിച്ച് അമ്മച്ചി. നിങ്ങൾക്കിപ്പോ എന്തോ പ്രശ്നം? എനിക്ക് ഒരു ആഗ്രഹമില്ല, ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഏകത്തിന് ആഗ്രഹമുണ്ടോ? എനിക്കെന്തോ ആഗ്രഹമില്ല, എനിക്കൊരു ആഗ്രഹമില്ല. പാതിരാത്രി ഇപ്പോൾ സമയം എന്തായെന്ന് അറിയാമോ? 1 മണിയായി. 1 മണിയായപ്പോൾ നിങ്ങൾക്ക് എവിടെ പോകണം? ചോറ് വേണോ വേണ്ട, മുട്ട വേണോ വേണ്ട, ഇതൊന്നും വേണ്ട. പിന്നെന്തോ നിങ്ങൾക്ക് വേണ്ടേ? എനിക്കാഗ്രഹമുണ്ടോ എന്നായി ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെ പോകണ്ട. എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എനിക്ക് ലൈറ്റ് കൊച്ചിനെ എടുക്കണം. എനിക്ക് ഷർട്ട് എടുക്കണം. ചെയ്യുമ്പോൾ അപ്പൊ എനിക്ക് തോന്നും പോകണമെന്ന്. ഇയാൾക്ക് ആഗ്രഹം ഉണ്ടെന്ന്. എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾക്ക് വിശക്കുന്നാക്കല്ലേ ഇതൊക്കെ വേണം. എനിക്ക് വിശക്കത്തില്ല. ശരി, ഗുഡ് നൈറ്റ്. ഷർട്ട് ടീഷർട്ടാ. എനിക്ക് ആഗ്രഹമില്ലത്. ആഗ്രഹം വേണ്ട, എനിക്ക് ആഗ്രഹമുണ്ട്. ബാ എണീക്ക്. മനസ്സിലായി ആഗ്രഹമില്ലെന്ന്. ബാ, എനിക്ക് മനസ്സിലായി ആഗ്രഹം ഉണ്ടെന്ന്. ഇല്ലേ? എന്നാ ഷർട്ട് ഞാൻ നേരെ എന്നാ വാ. ആഗ്രഹമില്ലെങ്കിൽ ഷർട്ട് ഇങ്ങ് തന്നോ, നോ പ്രോബ്ലം. കൊച്ചിനെ എടുത്തോളാം. ഇയാളെ എണീറ്റ് ഇറങ്ങാ. എവിടെ പോണേ? അല്ല, ആരാ പോണെന്ന് പറഞ്ഞേ? ഏത് ഇയാള്? ഇപ്പൊ സമയം എത്ര മണിയായി? 1 മണിയായി. ഈ 1 മണി വരെ എന്നെ ഉറക്കാതെ 11 മണി 11 മണി തൊട്ട് പറയുക പോണം. വിശക്കുന്ന അടുക്കളയിൽ വല്ലതും ഉണ്ടോ? ഞാൻ പോയി നോക്കി. ചോറുണ്ട്, ചോറി വെള്ളം ഒഴിച്ച്, അത് വേറെ കാര്യം. പിന്നെ ആപ്പിള്, പഴം, പൈനാപ്പിള്, ഇതെല്ലാം പറഞ്ഞു. ഇതൊന്നും വേണ്ട. എന്നിട്ട് എന്റെ മുഖം ഇരിക്കുന്നുണ്ടോ? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പിന്നെ എവിടെ പോയാലും നമുക്ക് ഈ ആടയാഭരണങ്ങളൊക്കെ എടുത്തിട്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറയിക്കണം. പുറത്ത് പോയി കഴിക്കണം, നമുക്ക് പുറത്ത് പോയി കഴിക്കാം, എനിക്ക് പുറത്ത് പോയി കഴിക്കണം എന്ന് ഞാൻ പറയണം. അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് മൊത്തം. വിശന്നാലും ഞാൻ പറഞ്ഞാലേ പോവത്തുള്ളൂ എന്നുള്ളൊരു വാശി. സാധാരണ ഞാൻ പറയുന്നതാണ് എനിക്ക് വിശക്കുന്നെന്ന്. ഞാനാണ് സാധാരണ വിളിച്ചുകൊണ്ട് പോകാറുള്ളതും. പക്ഷേ ഇന്നെന്തോ എനിക്ക് വിശപ്പില്ല കേട്ടോ. വിശപ്പൊന്നും വലുതായിട്ട് അടിച്ചില്ല. അതുകൊണ്ട് ചേട്ടന് വിശന്നു. ചേട്ടനാണെങ്കിൽ ഫുഡ് കഴിച്ചതുമില്ല കേട്ടോ. രാത്രി ഡയറ്റാണെന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ ഫുഡൊന്നും കഴിച്ചില്ല. അതിൻ്റെയാണ് പാതിരാത്രി ആയപ്പോൾ വിശന്നത്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെയൊക്കെ എടുത്ത് ഡോറൊക്കെ പൂട്ടി പതുക്കെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. പക്ഷേ കാർ എടുത്തപ്പോഴത്തേക്കും വിച്ചുക്കുട്ടൻ ഓണെന്നേ. അവനാണെങ്കിൽ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ഭയങ്കര നിർബന്ധമാണ്. ചേട്ടനാണെങ്കിൽ രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഈ വണ്ടിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിൽ കേൾക്കില്ല. വണ്ടിയിൽ കയറാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ വിച്ചുക്കുട്ടനെയും കൊണ്ടാണ് ഇറങ്ങാൻ തീരുമാനിച്ചത്. അവൻ കിടന്ന് ഉറങ്ങിക്കോളും എന്ന് കരുതിക്കൊണ്ടാണ് എടുത്തുകൊണ്ട് ഇറങ്ങിയത്. പക്ഷേ അതിന് നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചത്. അവനപ്പോഴേക്കും ഉണർന്നായിരുന്നു കേട്ടോ. പക്ഷെ കാറിൽ കയറിയപ്പോഴത്തേക്കും ഞങ്ങളൊരു കാര്യം ചെയ്തു. ഞാൻ അവനെ തോളലിട്ട് തട്ടിക്കൊടുത്തപ്പോഴത്തേക്കും അവനങ്ങ് ഉറങ്ങി കേട്ടോ. മണി 1:21 സമയം. കടയൊക്കെ തുറക്കുമോ കാണുമോ എന്നുള്ള നല്ല സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒന്ന് പോയി നോക്കിയേക്കാം എന്ന് കരുതിയിട്ടുള്ള പോക്കാട്ടോ. അല്ലെങ്കിൽ ഈ രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു പ്രത്യേക സുഖം തന്നെ അല്ലേ. പിച്ചുക്കുട്ടൻ നാണ്ട കയ്യിലിരുന്ന് അവൻ ഉറങ്ങി. ഇടയ്ക്ക് ഇങ്ങനെ ഞെരിപിരിയൊക്കെ കൊള്ളുന്നുണ്ട്. എണീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു, ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ല, ഒരു സൗകര്യങ്ങളൊന്നുമില്ല, നമുക്കൊന്ന് ഫുഡ് അടിക്കണം എന്ന് തോന്നിയാൽ പോലും പോകാനങ്ങ് നല്ലൊരു സ്പോട്ട് പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഞങ്ങളുടേത് കുറച്ചൊരു ഉൾപ്രദേശം പോലുള്ളൊരു സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് ഒരു 9 മണി കഴിയുമ്പോഴത്തേക്കും റോഡിലുള്ള കടകളൊക്കെ അങ്ങ് ക്ലോസ് ചെയ്യും. എല്ലാം ക്ലോസ് ചെയ്യും കേട്ടോ. രാത്രി ഏതാണ്ട് തുറന്നിരിക്കുന്ന ഒരു കട അങ്ങനെ മിക്കവാറും ഞങ്ങൾ പോകാറുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നേ, ഈ കട ആ സമയം 1 മണി 1:30 ആയില്ലേ. ഒറ്റയ്ക്ക് തട്ടുവന്നോ? ഇതാണ്ടില്ലേ ചേട്ടൻ
പൊറോട്ടയും പോട്ടിക്കറിയും ഒക്കെ ആയിട്ടോ വാങ്ങിയത്, പോട്ടി ഫ്രൈയും ഒക്കെ ആയിട്ടോ വാങ്ങിയത്. കടയപ്പോഴത്തേക്ക് അവർ ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. എത്രയായാലും ഇത്രയും നേരമായില്ലേ, 1:30-2 മണിയൊക്കെ ആവാറായില്ലേ. ചേട്ടൻ കഴിച്ചിട്ട് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്നിട്ട് 1-2 വായൊക്കെ വെച്ച് തന്നു. ഞാൻ ഒരുപാട് കഴിച്ചില്ല. ഒന്നാമത്തെ കാര്യം അത്ര നേരമായി. സാധാരണ എനിക്ക് വിശക്കേണ്ടതാണ്, പക്ഷേ ഇത്തവണ എന്താ പറ്റിയെന്ന് അറിയില്ല, എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു. കുട്ടനാണെങ്കിൽ അമ്മെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കാമെന്ന്, പക്ഷേ പോട്ടിയൊക്കെ അല്ലേ കുഞ്ഞിന് കൊടുക്കണ്ടെന്ന് കരുതി. അല്ലെങ്കിലും അവന് അത്ര നല്ലതല്ലല്ലോ ഈ പൊറോട്ടയും പോട്ടിയും ഒന്നും അങ്ങനെ. അതുകൊണ്ട് പിന്നെ വേണ്ട, കൊടുക്കണ്ടെന്ന് കരുതി കേട്ടോ. പിന്നെ അവൻ്റെ നിർബന്ധം കാരണം നമ്മൾ കഴിക്കുന്നത് കാണുമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞിനൊരു ആഗ്രഹം കാണുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ചാറ് ഇച്ചിരിയും കയ്യിൽ വിരലിൽ തൊട്ടിട്ട് അവന് വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. അവന് ചുമ്മാ ഒരു കൊതി വേണ്ട എന്ന് തോന്നിയിട്ടാട്ടോ. നമ്മൾ കഴിക്കുന്ന കാണുന്നതല്ലേ കുഞ്ഞ്. പിന്നെ ചേട്ടനാണെങ്കിൽ പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ചേട്ടന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല എരിവൊക്കെ ഉണ്ടല്ലോ, ചേട്ടനൊക്കെ നല്ല എരിവ് വേണമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് അവൻ്റെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ പോവാണേ എമൗണ്ട്. ചേട്ടൻ എന്താ പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പോയി കേട്ടോ. പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് വരട്ടെ. എനിക്ക് സംശയം അതൊന്നും അല്ല, വിച്ചുകൂടിന് ഇനി ഉറങ്ങൂ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഇന്നത്തെ രാത്രി ശിവരാത്രി ആയിട്ട് അങ്ങ് കൂട്ടാം. എന്തായാലും ഇത്രയും നേരമായി, ഇനി ബാക്കി കുറച്ച് സമയം കൂടെ അല്ലേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ രാത്രി ഉറങ്ങാം. അപ്പോഴാണ് രാത്രിന് വെള്ളം വേണമെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ വിചാരിച്ച് ബോട്ടിൽ വെള്ളം കാണുന്നത്. ചേട്ടനാണെങ്കിൽ അന്നേരം അവിടുന്ന് അവർ പറഞ്ഞ അവിടുന്ന് ആ വെള്ളം കൊണ്ട് കൊടുക്കുക. ചേട്ടൻ പിന്നെ ആ വെള്ളം എനിക്ക് കൊണ്ടു തന്നെ. പക്ഷെ എനിക്കതെന്തോ അങ്ങോട്ട് ഞാനതൊന്നും കുടിച്ചില്ല. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. വീട്ടിൽ ഇത്രയും നേരമായി. അമ്മയാണെങ്കിൽ അവിടെ ഉണ്ട്. അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് വിളിച്ച് ശല്യം ചെയ്യേണ്ടതെന്നായിരുന്നു. സാധാരണ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അമ്മയും കൂട്ടിയായിട്ടോ പോവാറ്. ഇത്തവണ പോയപ്പോൾ കൊണ്ടുപോയില്ല, കാരണം ഉറങ്ങിക്കോട്ടേന്ന് കരുതി. എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. വിച്ചുക്കുട്ടിനെ ഇനി ഉറക്കുന്ന കാര്യമാണ് ടാസ്ക്. ഞാൻ ചേട്ടനോട് പറഞ്ഞ് കുഞ്ഞിനെ ഉറക്കണം, ഉറക്കിയതിന് ശേഷം മാത്രം ഉറങ്ങിയാൽ മതി. എന്നെ വിളിച്ചുകൊണ്ട് പോയതായതുകൊണ്ട് ഉറക്കിയിട്ട് മാത്രം പോയതിന്ന്. അപ്പോൾ എല്ലാവർക്കും എന്താ വിച്ചുക്കുട്ടൻ ടാറ്റയൊക്കെ തരുന്നുണ്ട്, ഫ്ലൈങ് കിസ്സൊക്കെ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ. എല്ലാവരും പഴയ പോലെ തന്നെ വീണ്ടും പറയാനുള്ളത്, എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.